Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാർ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് സാക്ഷാൽ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറ അൻ-നഹൽ 90-ാമത്തെ വചനം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. നിങ്ങൾ നീതി പാലിക്കണമെന്ന്, ഉദാരമായ നന്മ പ്രവർത്തിക്കണമെന്ന്, ബന്ധുക്കൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നീചവും നിഷിദ്ധവും അതുപോലെ മ്ലേച്ഛമായ കാര്യങ്ങളും അതിക്രമവും ചെയ്യരുത് എന്ന് അവൻ നിങ്ങളെ വിലക്കുകയും ചെയ്യുന്നു. യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ. അല്ലാഹു നിങ്ങളെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സാരോപദേശങ്ങൾ നൽകുന്നത് നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണ് എന്നും അല്ലാഹു പറയും. രണ്ട് കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യകരമായ ജീവിതത്തിനും നിലനിൽപ്പിനും അനിവാര്യമായ, വായുവും വെള്ളവും പോലെ അനിവാര്യമായ രണ്ട് മഹത്തായ മൂല്യങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഒന്നാമത്തേത് നീതിയാണ്, രണ്ടാമത്തേത്
ഉദാരമായ പെരുമാറ്റം അഥവാ കാരുണ്യമാണ്. രണ്ടും അല്ലാഹുവിന്റെ ഗുണങ്ങളാണ്, ദൈവിക ഗുണങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. നീതിയെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം. ഒരുപാട് ഇടങ്ങളിൽ അല്ലാഹു നീതിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചും ഉണർത്തിയിട്ടുണ്ട്. നീതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്ന് ഖുർആൻ പറയും. വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. വസ്സമാഅ റഫഅഹ, അല്ലാഹു ഉപരിലോകത്തെ ഉയർത്തി. വവളഅൽ മീസാൻ, ത്രാസിനെ സ്ഥാപിക്കുകയും ചെയ്തു. മീസാൻ, ത്രാസ്, നീതി അല്ലാഹു സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ പ്രപഞ്ചത്തെ ഉയർത്തുകയും സൃഷ്ടിക്കുകയും നീതിയെ സ്ഥാപിക്കുകയും ചെയ്തു അല്ലാഹു. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരങ്ങളിൽ ഒന്ന് അല്ലാഹുവിന്റെ നീതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. നിങ്ങൾ നീതിയുടെ ധ്വജവാഹകരായി മാറണം വിശ്വാസികളെ. അല്ലാഹുവിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നീതിയുടെ കൊടിവാഹകരായി നിങ്ങൾ മാറണം. കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ തിരിച്ചും മറിച്ചുമൊക്കെ ഈ ആശയം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്തുമാത്രം അത് ശ്രദ്ധിക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവും സഹാബത്തിന്റെ ജീവിതവും നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകമായി നിൽക്കുന്നുണ്ട്. വാക്കിലും പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നീതിയുടെ സാക്ഷികളായി, നീതിയുടെ ധ്വജവാഹകരായി, നീതിയുടെ വക്താക്കളായി, നീതിയുടെ പ്രയോക്താക്കളായി വിശ്വാസി സമാജം ഉയർന്നു നിൽക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. ഖുർആനിൽ നിന്ന് സന്മാർഗം സ്വീകരിച്ച ആദ്യകാല തലമുറകളുടെ ചരിത്രം അതിന് സാക്ഷിയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്കൊക്കെ അറിയാം. പ്രവാചകന്റെയും സഹാബത്തിന്റെയും താബിഈകളുടെയും താബിഈകളുടെയും ജീവിതത്തിൽ പുലർന്നു കണ്ട നീതിബോധത്തെ സംബന്ധിച്ച് അവരുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഇതര സമുദായങ്ങൾക്കും സഹോദരങ്ങൾക്കും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും കേസുകളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ അവരുടെ സ്വന്തമായ വേദികൾ ഉണ്ടായിരിക്കെ തന്നെ ജൂതന്മാരും ക്രൈസ്തവരുമൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കോടതിയെ സമീപിച്ചിരുന്നു എന്ന് ചരിത്രം പറയും. കാരണം അവിടെ നീതിബോധത്തെ ബാധിക്കുന്ന യാതൊരു സമ്മർദ്ദശക്തികളും ഇല്ലെന്നും പക്ഷപാതരഹിതമായ വിധിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നതെന്നും അത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും യോജിച്ചതായിരിക്കും എന്നും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ ഒരടിസ്ഥാനമായി നീതിയെ സ്ഥാപിച്ചു എന്ന് പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥത്തിന്റെ അനുചരന്മാർ എന്ന നിലക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഖൈബറിലെ ജൂതന്മാർ പറഞ്ഞുപോയത്, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എന്ന് പറയുന്ന പ്രവാചകന്റെ ശിഷ്യൻ ഖൈബറിലെ കാർഷിക വിളകൾ എല്ലാവർക്കുമായി ഖൈബർ നിവാസികൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഖൈബറിലെ ജൂത സമുദായം പറഞ്ഞു പോവുകയുണ്ടായി, ഈ നീതിയിന്മേൽ ആകാശവും ഭൂമിയും നിലകൊള്ളുന്നു എന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഈ നീതിബോധത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു അവരെന്നർത്ഥം. ഖാലി ശുറൈഹിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാം സൃഷ്ടിച്ച ന്യായാധിപന്റെ മനോഹരമായ ചിത്രമാണ് ഖാലി ശുറൈഹിന്റെ ജീവചരിത്രം. അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതനായിരുന്നു, കോടതിയിലെ ന്യായാധിപനുമായിരുന്നു. സ്വന്തം മകനെ വേണ്ടത്ര തെളിവുകൾ ലഭിക്കാതിരുന്നിട്ടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി സ്വന്തം മകനെ ജയിലിലടക്കുകയും പക്ഷേ തന്റെ മകനോടുള്ള സ്നേഹാധിക്യത്താൽ
ജയിലിൽ വൈകുന്നേരങ്ങളിൽ ഭക്ഷണപ്പൊതിയുമായി കടന്നു ചെന്നിരുന്ന മഹാനായ ന്യായാധിപൻ ഖാലി ശുറൈഹിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്തുൻ നിസായിലെ സൂക്തത്തിൽ, നീതി സൂക്തത്തിൽ പറഞ്ഞു, നീതിയെ ബാധിക്കുന്നതൊന്നും വലവാല അൻഫുസിക്കും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ ഈകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ. കക്ഷി ധനികനാവട്ടെ, കക്ഷി ദരിദ്രനാവട്ടെ, നിങ്ങളുടെ ബന്ധുവാകട്ടെ, മിത്രമാകട്ടെ, ആരായാലും, മാതാപിതാക്കളാവട്ടെ, ആരായാലും ഒരിക്കലും നിങ്ങളുടെ നീതിബോധത്തെ അത് ഇളക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വലാ തത്തബിഉ ഹവാ അൻ തഅദിലു. നീതിബോധത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദേഹേച്ഛകൾ, ആ ഹവകളെ നിങ്ങൾ സ്വീകരിക്കരുത്. വലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു. നീതിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു ഹവയുടെ പിന്നാലെയും നിങ്ങൾ പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. നമുക്കറിയാം, അതിനെതിരായ വല്ല ചലനവും പ്രവണതകളും പ്രവാചകന്റെ ശിഷ്യരുടെ സമീപത്തു നിന്നുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും ശക്തമായി അതിനെ തിരുത്തുകയുണ്ടായി എന്ന് നമുക്കറിയാം. വളരെ പ്രസിദ്ധമായ ഒരു സംഭവം, മഖ്സൂമിയായ ഒരു പെണ്ണ്, ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മോഷണത്തിൽ പ്രതിയായി പിടിക്കപ്പെടും എന്നായപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി പ്രവാചകന്റെ സന്നിധിയിൽ ശുപാർശ പറയാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. കാരണം കുടുംബത്തിന്റെ മാനവും കുടുംബത്തിന്റെ അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി, പ്രവാചകൻ അങ്ങനെ പരസ്യമായിട്ട് ശിക്ഷിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി, പ്രവാചകന്റെ മുമ്പിൽ ഈ കേസ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവർ ഒരു ചെറിയ ഗൂഢാലോചന നടത്തുകയാണ്. പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ ഉസാമയെ കൊണ്ട് പ്രവാചകനോട് സംസാരിക്കാൻ അവർ തീരുമാനിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ ഉസാമ ഇത് പറയാൻ വേണ്ടി തക്കം പാർത്തു നിൽക്കുകയാണ്. ഉസാമ പതുക്കെ ചോദിച്ചു റസൂലിനോട്, ഒന്ന് ഉണർത്തിയേ ഉള്ളൂ. റസൂലുള്ള ഉടനെ, നമുക്കറിയാമല്ലോ പ്രവാചകൻ കാരുണ്യവാന്മാരിൽ കാരുണ്യവാനായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകാനുഗ്രഹിയായ എപ്പോഴും പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന പ്രവാചകന്റെ മുഖം ചുവക്കുകയും തൊടുക്കുകയും പ്രവാചകൻ ക്ഷോഭിക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അത്തശ്വ ഫീ ഹദ്ദി മിൻ ഹുദൂദില്ല. അള്ളാഹുവിന്റെ നിയമത്തിന്റെ കാര്യത്തിൽ എന്നോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണോ? പ്രവാചകന്റെ ചോദ്യം അവിടെ നിർത്തിയില്ല. സുമ്മ ഖാമ ഫഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റു, മിമ്പറിൽ കയറി, എന്നിട്ട് ആ സമൂഹത്തോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നമാ ളല്ല മൻ ഖബലകും കാനൂ ഇദാ സറഖ അശ്ശരീഫു തറഖൂഹു വഇദാ സറഖ അൽ-ളഈഫു ഫീഹിം അഖാമു അലൈഹി അൽ-ഹുദൂദ് അയ്യുല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖത മുഹമ്മദുൻ യദഹ. നീതിന്യായത്തിന്റെ ചരിത്രത്തിൽ, ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ കനൽ ശോഭ പകരുന്ന വാക്കുകളാണ് പ്രവാചകൻ അവിടെ പറഞ്ഞത്. അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളുടെ മുൻഗാമികൾ, ഇന്നമാ ളല്ല മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പല ജനതകളും പിഴച്ചുപോയത്, ദുർമാർഗങ്ങളിൽപ്പെട്ടുപോയത്, വ്യതിചലിച്ചുപോയത്, അഭിശപ്തരായി മാറിയത്, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാനൂ ഇദാ സറഖ അശ്ശരീഫു തറഖൂഹു. മേലാളൻ ആ സമൂഹത്തിൽ തെറ്റ് ചെയ്താൽ അവരെ കണ്ണടക്കും, അദ്ദേഹത്തെ ഒഴിവാക്കും. വഇദാ സറഖ അൽ-ളഈഫു ഫീഹിം, എന്ന സമൂഹത്തിൽ ഒരു ദുർബലനാണ്, സാധാരണക്കാരനാണ്, ദരിദ്രനാണ്, നിസ്സാരക്കാരനാണ് തെറ്റ് ചെയ്തതെങ്കിലോ അഖാമു അലൈഹിൽ ഹുദൂദ്, അവർ കഠിനമായ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. ഈ പക്ഷപാത സമീപനം മൂലമാണ് നിങ്ങളുടെ മുൻകാല തലമുറകൾ നശിച്ച് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായി പോയത്. അതുകൊണ്ട് അയ്യുല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ, പ്രവാചകൻ പറയുകയാണ്, അതുകൊണ്ട് അള്ളാഹുവാണ് സത്യം, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കുറ്റവാളിയായി പിടിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ അവൾക്കെതിരെ ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ഈ നീതിബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിഷ്യന്മാരോട്, മുസ്ലിം സമൂഹത്തോട്, ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. ഇദാ സറഖ അശ്ശരീഫു തറഖൂഹു. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ.
നമ്മുടെ ഈ കാലഘട്ടത്തിൽ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഈ ഹദീസിന്റെ വിശദീകരണം പരത്തി പറയേണ്ടതില്ല. വലിയവനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെ രക്ഷപ്പെടുത്തും. ആണല്ലോ, വാറൻ ആൻഡേഴ്സിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ഭരണകൂടത്തിനറിയാം. അമേരിക്കയിൽ സുഖവാസ ജീവിതം നയിക്കുന്ന ന്യൂയോർക്കിലെ അദ്ദേഹത്തിന്റെ ആഡംബര വസതിയിൽ സുഖവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വാറൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന മഹാകുറ്റവാളി എന്ന് പറഞ്ഞാൽ ഭോപ്പാലിലെ 20,000 മനുഷ്യരെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ ഭീമൻ കൊലയാളി കമ്പനിയുടെ മേധാവിയെ പിടിക്കപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ഭരണകൂടത്തിനറിയാം. നിയമവ്യവസ്ഥക്കറിയാം. നമ്മുടെ ന്യായാധിപന്മാർക്കറിയാം. 1984 ഡിസംബർ 12-ാം തീയതി രാത്രി ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു നഗരത്തിൽ, ഹരിതനഗരം, തടാകങ്ങളുടെ പട്ടണം എന്നൊക്കെയാണ് ഭോപ്പാൽ അറിയപ്പെട്ടിരുന്നത്, ആ പച്ച പിടിച്ച അതിമനോഹരമായ ആ പട്ടണത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്കറിയാം കമ്പനിയുടെ വിഷവാതക ടാങ്ക് പൊട്ടി 20,000 വരുന്ന മനുഷ്യ സമൂഹം മരിച്ചു വീണു. പിറ്റേ ദിവസം അവിടെ സന്ദർശിച്ച മാധ്യമപ്രതിനിധികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരുമടക്കം രാത്രി 12 മണിക്ക് ശ്വാസം കിട്ടാതെ പ്രാണവായുവിനു വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്കോടുന്ന ചിത്രം. സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും വലിച്ച് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിടഞ്ഞു വീണ് മരിക്കുന്ന രംഗം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്നും അതിന്റെ ബാക്കി പത്രം അവശേഷിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ അത് പത്രങ്ങളിൽ വായിച്ചു. നീണ്ട 26 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ കോടതി അവർക്ക് വിധിച്ച ശിക്ഷ വായിച്ചിട്ട് ലോകം മുഴുവൻ ചിരിച്ചു. നമ്മുടെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മുടെ ഉന്നതന്മാരായ ന്യായാധിപന്മാർ പറയുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥ ഒരു മനുഷ്യനൊരു പൗരന് നീതി നൽകുന്നതിൽ എന്തുമാത്രം അപര്യാപ്തമാണ്, എന്തുമാത്രം പരിമിതികളാണ് നമ്മുടെ വ്യവസ്ഥക്കുള്ളിലുള്ളത്. നമ്മുടെ നിയമങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കൊമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുകയും വളരെ സാധുക്കളായ ആളുകൾ വലയിൽ കൊടുങ്ങുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണ്. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന നീതി തന്നെ നീതി നിഷേധത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന വിധി പ്രഖ്യാപനം 20,000 മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുക മാത്രമല്ല, ഇന്നും അതിന്റെ ബാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,00,000-ലധികം ആളുകൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 70% കുട്ടികൾ ഇപ്പോഴും ജനിതക വൈകല്യമുള്ള കുട്ടികളായിട്ടാണ് പിറന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശങ്ങളിൽ എന്ന് പറയുന്നു. കമ്പനിയുടെ പഴയ ടാങ്ക്, ആ രാസവസ്തുക്കൾ പുറന്തള്ളിയ പ്രദേശത്ത് 5 കിലോമീറ്ററിനുള്ളിൽ വെള്ളം പോലും വിഷമയമാണ്. ഭൂഗർഭജലത്തിൽ പോലും വിഷം കലർന്നിരിക്കുന്നു. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിഷമയമാണ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ ഇപ്പോഴും വിഷം തിന്ന് മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണ്. ഒരു കോടതിയും ഒരു ഭരണകൂടവും ഒരാഗോള ഭീമൻ കമ്പനിയും കൂടി എങ്ങനെയാണ് ഒരു പട്ടണത്തെ, ഒരു ജനതയെ, ഒരു സമൂഹത്തെ എങ്ങനെയാണ് ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്നും നീതി നിഷേധിക്കുന്നതെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരവാദികളായ ആളുകളെ അതിനിസ്സാരമായ ശിക്ഷകൾ വിധിച്ചുകൊണ്ട് ആ വിധി പോലും ഇരകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമാണ് എന്ന് ഇരകൾ മാത്രമല്ല ഉത്തരവാദപ്പെട്ട ആളുകളും പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നിയമമന്ത്രി പറഞ്ഞു, നമ്മുടെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു, ഇത് തന്നെ വലിയൊരു ദുരന്തമാണ് എന്ന്. നീതി നിഷേധമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന്, നമ്മുടെ നീതിബോധം മരിച്ചു എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എങ്ങനെയാണ് ജനതകൾ തകരുന്നത്, എങ്ങനെയാണ് കഴിഞ്ഞകാല നാഗരികതകൾ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായത്. ഇദാ സറഖ ശരീഫു തറകൂഹു, അവരിൽ വലിയ ഒരു തെറ്റ് ചെയ്താൽ അവരാ തെറ്റിനെ മൂടിവെക്കുകയും അവർക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. 1984 ഡിസംബർ 12 സംഭവിച്ച ഈ ദുരന്തത്തിന് ശേഷം ഡിസംബർ 17-ാം തീയതി ഈ മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. തീയതികളിൽ ഒരുപക്ഷെ വ്യത്യാസമുണ്ടാകാൻ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. ഏത്
ഏതാനും ദിവസങ്ങൾക്കകം കൃത്യമായ ഒരു വിമാനം ചാർട്ടർ ചെയ്ത് ഇദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കടത്തി അയച്ചത്, അതിന് ഉത്തരവാദികൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വിവാദങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, വലിയ ആളുകളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചെറിയ തയ്യൽ മെഷീനൊക്കെ വാങ്ങിക്കൊടുത്ത് ബാക്കിയുള്ള ആളുകളെ പറ്റിക്കാനുള്ള ശ്രമമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇന്നും ഒരു വലിയ വിഭാഗം ജനത, ഒരു സമൂഹം ഭൂമിയും ആകാശവും പോലും അതിന്റെ തിക്തഫലങ്ങൾ, ദുരന്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിക്കുന്നത്, നീതി എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപിടി സംഭവങ്ങൾ ഓരോ ദിവസവും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ വിശദീകരിക്കേണ്ടതില്ല. മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച്, പ്രകൃതിയുടെ നിലനിൽപ്പിനെക്കുറിച്ച്, ഒരു സാധാരണ പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച്, അവന്റെ ജീവന്റെ വിലയെ സംബന്ധിച്ചൊക്കെ മുതലാളിത്ത സമൂഹം പുലർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേ കമ്പനി അമേരിക്കയിൽ അവരുടെ രാസവള ഫാക്ടറി തുടങ്ങുമ്പോൾ അവിടെ പാലിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, അവിടെ പാലിക്കുന്ന നിയമങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് 1969 തോന്നുന്നു ഈ ഭോപ്പാൽ വിഷവാതകത്തിന് കാരണമായ കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവേശനം കൊടുക്കുന്നത്. അന്ന് നമ്മുടെ ഭരണാധികാരികൾ അവരിൽ നിന്ന് കിട്ടുന്ന ഭീമൻ ലാഭം മാത്രമാണ് ചിന്തിച്ചത്. നിയമങ്ങളിൽ പഴുതുകളുണ്ടാക്കി, വ്യവസ്ഥകൾ മറന്നുകൊണ്ട്, കണ്ണടച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുമ്പോൾ അമേരിക്കയിൽ ഇതേ കമ്പനി ചെയ്യുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും നമ്മുടെ രാജ്യത്ത്, ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് വ്യവസായവാദികളുണ്ടല്ലോ. ഞാൻ വ്യവസായത്തെയോ വികസനത്തെയോ വിമർശിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ല. തീർച്ചയായും നാട്ടിൽ വ്യവസായം ഉണ്ടാകണം. പക്ഷെ അത് മനുഷ്യമുഖമുള്ള, മനുഷ്യത്വമുള്ള, മനുഷ്യപ്പറ്റുള്ള വ്യവസായവും വികസനവുമാണ് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടത്. വ്യവസായം വരണം, വികസനം വരണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുകയും എന്തു വന്നാലും അത് വന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ എന്തെല്ലാം സംഗതികളാണ് ലംഘിക്കപ്പെടുന്നത്, മറന്നുപോകുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും മൂന്നാം ലോക രാജ്യത്തിലെ ജനതയല്ലേ, മൂന്നാം ലോക രാജ്യത്തിലെ പൗരന്മാരല്ലേ, അവരുടെ ജീവന് യാതൊരു വിലയുമില്ലെന്ന സങ്കല്പത്തിൽ അവരവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുകയും എന്നിട്ട് ലക്ഷക്കണക്കായ മനുഷ്യരെ നരകതുല്യമായ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അതിനുത്തരവാദികളായ ആളുകളെ ശിക്ഷിക്കാൻ പോലും ഇവിടെ നിയമവ്യവസ്ഥകളില്ലാതിരിക്കുമ്പോൾ, ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നീതിബോധം എന്ന് പറയുന്നത് എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ ഒരു സമൂഹം അള്ളാഹുവിന്റെ ശാപത്തിലേക്കും കോപത്തിലേക്കും പതിക്കുമെന്ന് വളരെ ഗൗരവത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. രണ്ടാമത് പറഞ്ഞത് ഉദാരമായ പെരുമാറ്റത്തെ സംബന്ധിച്ചാണ്. കാരുണ്യത്തിന്റെ ഒരു മൂല്യമുണ്ട്, അതും അള്ളാഹുവിന്റെ ഗുണമാണ്. ആ കാരുണ്യം എന്ന് പറയുന്ന മഹത്തായ ദൈവിക ഗുണത്തെ പരസ്പരം പ്രകടിപ്പിക്കുവാൻ, ഉയർത്തിപ്പിടിക്കുവാൻ, കരുണയോടുകൂടി പരസ്പരം പെരുമാറുവാൻ, എല്ലാവിധ ഭേദചിന്താഗതികൾക്കുമപ്പുറം, മതജാതി പക്ഷപാതങ്ങൾക്കപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറ്റൊരു മനുഷ്യനോടുള്ള ഏറ്റവും ഉദാത്തമായ കടമയാണ്, മൂല്യമാണ് കാരുണ്യമെന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് കാരുണ്യമെന്ന് പറയുന്ന ഗുണമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് അർ-റഹ്മാൻ റഹീം എന്നാണ്. വിശുദ്ധ ഖുർആനാകുന്ന ഈ വേദഗ്രന്ഥം കയ്യിലെടുത്ത് തുറന്നു വായിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, അൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആനിലേക്കുള്ള പ്രവേശിക, ആ വാതിൽ, ഫാത്തിഹയാകുന്ന വാതിൽ തുറക്കുമ്പോൾ ആദ്യമായിട്ട് അയാൾ വായിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകനാഥനായ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അർ-റഹ്മാൻ റഹീം, അവൻ റഹ്മാനും റഹീമുമാകുന്നു, അവൻ മഹാകാരുണ്യത്തിന്റെ ഉടമയാകുന്നു. രണ്ട് വിശേഷണങ്ങളും കാരുണ്യത്തിന്റെ വിശേഷണങ്ങൾ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവർ, രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഈ ലോകത്ത് കരുണ ചൊരിയുന്നവനാണ്, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. തന്നെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും, അള്ളാഹു എന്ന അസ്തിത്വം തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് വാദിക്കുന്നവർക്കും ഒരുപോലെ കരുണ ചൊരിയുന്നവനാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ. അവനെ അംഗീകരിച്ച്, അവന് വഴങ്ങി, അവന് വണങ്ങി, അവന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പരലോകത്ത് പ്രത്യേകമായ കരുണ ചൊരിയുന്നവനാണ് റഹീം എന്ന് പറഞ്ഞാൽ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉത്ബോധനങ്ങളിലൂടെ ഈ കാരുണ്യത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. വിശദീകരിച്ച് പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഗുണം ഖുർആൻ തീർത്തും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനാണ് അല്ലാഹു. ആലിമുൽ ഗൈബി വശ്ശഹാദ, അദൃശ്യവും ദൃശ്യവും. ആലിമുൽ ഗൈബും ആലമുൽ ഗൈബും ആലമുശ് ഷഹാദയും രണ്ടു ഒരുപോലെ അറിയുന്ന തമ്പുരാൻ. ഹുവർ റഹ്മാനുർ റഹീം, അവൻ കാരുണ്യവാനാണ്, അവൻ കരുണാനിധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഈ റഹ്മാൻ എന്ന ഭാവത്തെ സംബന്ധിച്ച് വാചാലനായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒരൊറ്റ സന്ദർഭം മാത്രം ഞാൻ പറയാം. സുമാമത്ത് ബിനുൽ ഉസാൽ എന്ന് പറയുന്ന യമാമക്കാരുടെ നേതാവായിരുന്ന മനുഷ്യൻ, അദ്ദേഹം അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് മക്കയിൽ പ്രവാചകനെ പീഡിപ്പിക്കുകയും പ്രവാചകന്റെ അനുചരന്മാരെ ക്രൂരമായി പട്ടിണിക്കിടുകയും 3 കൊല്ലക്കാലം അവരെ പച്ചവെള്ളം കൊടുക്കാതെ പീഡിപ്പിക്കുകയും ചെയ്ത ആ സമൂഹത്തോട് കടുത്ത അമർഷവും രോഷവും ഉണ്ടായി. ആ സന്ദർഭത്തിൽ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന യമാമക്കാരുടെ നേതാവ് പറയുകയുണ്ടായി, ഇനി മേലിൽ മക്കയിലേക്ക് ഒരു ഗോതമ്പ് മണി പോലും നമ്മൾ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ, മക്കയിലെ ഖുറൈശികൾ ധാന്യങ്ങൾ വാങ്ങിയിരുന്നത് യമാമാദേശക്കാരിൽ നിന്നായിരുന്നു. യമാമക്കാരുടെ നേതാവായിരുന്നു സുമാമ. അദ്ദേഹം പറഞ്ഞു, ഇനി മേലിൽ ഒരിക്കലും അവർക്ക് ഒരു ധാന്യമണി പോലും നമ്മൾ കൊടുക്കുകയില്ല, കാരണം പ്രവാചകനെയും അനുചരന്മാരെയും അത്രമേൽ പീഡിപ്പിച്ചവരാണവർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്. ഖുറൈശികൾ പട്ടിണിയിലായി, ഏറ്റവും വലിയ വറുതിയും ദുരിതവും അവരനുഭവിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ യോഗം ചേർന്നു, എന്താണ് ചെയ്യുക? ഇനി സുമാമയെ അനുനയിപ്പിക്കാൻ, ഈ ഭക്ഷ്യോപരോധം നീക്കാൻ വേണ്ടി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, മുഹമ്മദിനോട് സംസാരിക്കുക. നമ്മൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ, പക്ഷേ ഈ സന്ദർഭത്തിൽ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പട്ടിണിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, മുഹമ്മദിനെ സമീപിക്കുക. അങ്ങനെ പ്രവാചകൻ ഒരു കത്ത് തയ്യാറാക്കുകയാണ്. ഖുറൈശികൾ കത്ത് തയ്യാറാക്കുകയാണ്. മുഹമ്മദേ, നീ ഞങ്ങളുടെ കുടുംബബന്ധുവാണല്ലോ, രക്തബന്ധുവാണല്ലോ, ആ രക്തബന്ധത്തിന്റെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണം. സുമാമത്ത് ബിൻ ഉസാൽ ഇങ്ങനെ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തോട് ആ ഉപരോധം നീക്കാൻ ആവശ്യപ്പെടണമെന്ന് പ്രവാചകന് കത്തയക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുമാമക്ക് കത്തെഴുതുന്നു. ആ കത്തിൽ പ്രവാചകൻ പറഞ്ഞു, സുമാമ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകൻ പറയുകയാണ്, ആർക്കു വേണ്ടിയാണെന്ന് ആലോചിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, സുമാമ, അല്ലാഹു കാരുണ്യവാനാണല്ലോ, അവൻ റഹ്മാനാണല്ലോ. ശിർക്ക് ചെയ്യുന്നവനും കുഫ്ർ ചെയ്യുന്നവനും അല്ലാഹുവിനെ അവഗണിക്കുന്നവനും പോലും കാരുണ്യം ചൊരിയുന്നവനാണല്ലോ പടച്ചതമ്പുരാൻ. ആ സ്വഭാവമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് നീ മക്കയുടെ മേലുള്ള ഭക്ഷ്യോപരോധം നീക്കണം, അവർക്ക് വേണ്ട ധാന്യക്കടത്ത് ഇനിയും തുടരണമെന്ന് സുമാമത്ത് ബിനുൽ ഉസാലിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി ആവശ്യപ്പെട്ടതായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 5-ാം വർഷം ഏറ്റവും വലിയ പട്ടിണിയിൽ മക്ക അമർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വിവരമറിയുമ്പോൾ നമ്മൾ ഓർക്കണം, അബൂജഹലിന്റെയും അബൂലഹബിന്റെയും പിന്മുറക്കാർക്ക്, അവരുടെ മക്കൾക്ക് പ്രവാചകനെ ക്രൂരമായി വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുകയും പ്രവാചകനും അനുചരന്മാർക്കും പച്ചവെള്ളം പോലും കൊടുക്കരുതെന്ന് കഅബാലയത്തിന്റെ ചുമരിൽ നോട്ടീസ് പതിക്കുകയും ചെയ്ത ഒരു വിഭാഗം, ആ വിഭാഗം പട്ടിണി അനുഭവിക്കുന്നു എന്നറിയുമ്പോൾ പ്രവാചകൻ തന്റെ മുൻകൈയെടുത്തുകൊണ്ട് മദീനയിൽ ഇറങ്ങി നടന്ന് അവിടുത്തെ ധനികരായ അൻസാരികളിൽ നിന്ന് ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കെട്ടിവെച്ച് തന്റെ ഒരു ശിഷ്യനെയും അംർ ബിൻ ഉമയ്യയെയും കൂട്ടി പ്രവാചകൻ അത് മക്കയിൽ എത്തിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാരുണ്യം പരസ്പരം ഏത് സന്ദർഭത്തിലും ഏത് പരിതസ്ഥിതിയിലും എല്ലാ മതജാതി വിഭാഗീയ ചിന്താഗതികൾക്കുമപ്പുറം ദേശീയതകൾക്കുമപ്പുറം മനുഷ്യ സമൂഹം പുലർത്തേണ്ട ഈ കാരുണ്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ നീതിയും കാരുണ്യവും എന്ന് പറയുന്ന അടിസ്ഥാനങ്ങളിലാണ് ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം പുലരേണ്ടത്. ഭൂമിയിൽ ആരോഗ്യകരമായി മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകണമെങ്കിൽ ഈ 2 മഹത്തായ മൂല്യങ്ങളും നിലനിൽക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ പരിക്കേൽക്കുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കപ്പലിന്റെ കഥ വായിക്കുകയുണ്ടായി. ഒരു കപ്പലാക്രമണത്തിന്റെ കഥ വാർത്താമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചു. ഇസ്രായേലിൽ ഒസ്സ എന്ന് പറയുന്ന പ്രദേശത്ത്, ഫലസ്തീനിലെ ആ പട്ടണത്തിൽ ഏറ്റവും ക്രൂരമായി ഉപരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 62 വർഷമായി ഇസ്രയേലിന്റെ ക്രൂരമായ പീഡനത്തിന്റെ, മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സഹായിക്കുവാൻ വേണ്ടി ലോകത്തെമ്പാടുമുള്ള സമാധാനപ്രേമികളായ ആളുകൾ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരല്ല, അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും സ്വീഡൻകാരും എല്ലാവരും ഉൾപ്പെടുന്ന സമാധാന പ്രവർത്തകരും എഴുത്തുകാരും ബുദ്ധിജീവികളും ഒക്കെ ഉൾപ്പെട്ട 700ഓളം പേര് വരുന്ന ഒരു സംഘം, അവരൊരു 5-6 കപ്പലുകളിലായി ആ സമൂഹത്തിന് വേണ്ട മരുന്നുകളും അവശ്യവസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങളുമായി ഗസയിലേക്ക് തിരിച്ചപ്പോൾ അവിടെ കടലിൽ ആ കപ്പലെ ആക്രമിക്കുകയും അതിൽപ്പെട്ട 10 സമാധാന പ്രവർത്തകരെ ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്ത ഇസ്രയേലിന്റെ നടപടി നമ്മൾ വായിക്കുകയുണ്ടായി. ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ഒരു സമൂഹത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഉപരോധത്തിലാക്കുക, വർഷങ്ങളായി ഉപരോധത്തിലാക്കുക. ഒസ്സയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിന്റെ 4 അതിർത്തികളെ സംബന്ധിച്ച് നമുക്കറിയാം. 2 അതിർത്തികളിലും ഇസ്രയേലിന്റെ പട്ടാളക്കാരെ കാവൽ നിൽക്കുകയാണ്. ഒരതിർത്തി ഈജിപ്തുമായി പങ്കുവെക്കുന്ന ഒരു അതിർത്തിയുണ്ട്. ആ റഫ അതിർത്തിയിൽ ശത്രുവിനേക്കാൾ വലിയ ശത്രുവിനെ പോലെ, നമ്മൾ കോടാലിക്കൈ എന്ന് പറയാറുണ്ടല്ലോ, മരം വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലിയുടെ കൈ മരത്തിന്റെ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഫലസ്തീനിലെ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, സ്വന്തം സഹോദരങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ഈജിപ്തിലെ ഭരണാധികാരി ഏറ്റവും വലിയ ക്രൂരതകളും പീഡനങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന റഫ അതിർത്തി. വേറൊരു അതിർത്തി കടലാണ്. ആ കടലിൽ 24 മണിക്കൂറും ഇസ്രയേലിന്റെ പട്ടാളക്കാർ റോന്തു ചുറ്റുകയാണ്. കാരണം ആരെങ്കിലും ഒരു റിലീഫ് കപ്പലിലൂടെ ഇവർക്ക് സഹായം എത്തിച്ചു കൊടുത്താലോ എന്ന് കരുതിയിട്ട് അവരെ തിരിച്ചയക്കാൻ വേണ്ടി പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ 4 ഭാഗത്തു നിന്നും വലയം ചെയ്തുകൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഒസ്സയുടെ ചരിത്രം എന്ന് പറയുന്നത്. വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഹുസ്നി മുബാറക്ക് എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ഈജിപ്തിന്റെ ഭരണാധികാരി ചെയ്തുകൊണ്ടിരിക്കുന്ന വിശദീകരിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹം ഒരു 10 കിലോമീറ്റർ വരുന്ന ഒരു ഇരുമ്പ് ഗേറ്റ് അവിടെ ഉണ്ടാക്കി, ഇരുമ്പ് മതിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. 10 കിലോമീറ്റർ വരുന്ന ഒരു ഇരുമ്പിന്റെ മതിൽ. എങ്ങനെയെങ്കിലും ഈ സമൂഹം ഈജിപ്ത് വഴി ചികിത്സക്കോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾക്കോ മരുന്നുകൾക്കോ ഒക്കെ വേണ്ടി അവരാ അതിർത്തി ഉപയോഗിച്ചാലോ എന്ന് കരുതിയിട്ട് അവിടെ ഇരുമ്പ് ഗേറ്റ് വെച്ചുകൊണ്ട് ഇസ്രയേലിന് ഇഷ്ടം പോലെ ഫലസ്തീൻ മക്കളെ ക്രൂരമായി ഭേദ്യം ചെയ്യാൻ, പീഡിപ്പിക്കാൻ, നിഷ്കരണം കൊന്നുകളയാനുള്ള, ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഹുസ്നി മുബാറക്ക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു കപ്പൽ സഹായത്തിന് വേണ്ടി ചെല്ലുമ്പോൾ റഫ അതിർത്തിയിൽ ആ റഫ അതിർത്തിയിൽ ഉപയോഗിച്ച ഈജിപ്തിന്റെ സൈന്യത്തെ കൊണ്ട് അവരെ ക്രൂരമായി നേരിടുകയും പിന്നെ അവിടെ നിന്ന് വിമാനത്തിൽ കയറ്റിയേക്കുകയും ചെയ്ത സംഭവമൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു സമൂഹത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ആധുനിക പരിഷ്കൃത നാഗരിക സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യശൂന്യതയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇൽ ഖുർബ, നിങ്ങളോട് നീതി കൊണ്ട്, ഉദാരമായ പെരുമാറ്റം കൊണ്ട് നിങ്ങൾ ബന്ധുക്കളെ സഹായിക്കണം എന്നതുകൊണ്ട് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം സംഗതികളൊക്കെ, അനീതികളും ക്രൂരതകളും പീഡനങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളുമൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷകരമായ ഒരു കാര്യം, അതിനെതിരെയൊക്കെ വ്യാപകമായ വിശാലമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. എല്ലാ വിഭാഗവും അതിലുണ്ട്. സമാധാന പ്രേമികളായ, നന്മയെ താൽപര്യമുള്ള, ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങളിലും ക്രൂരതകളിലും മനമെടുത്ത സുമനസ്കരായ നല്ല മനുഷ്യർ, എല്ലാ സമുദായങ്ങളിലും പെട്ട നല്ല മനുഷ്യർ ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പിടിച്ചെടുത്ത ഒരു കപ്പലിന്റെ പേര് റേച്ചൽ കോറി എന്നാണ്. റേച്ചൽ കോറിയെ നമുക്കറിയാം. 2003 മാർച്ചിൽ ഫലസ്തീനിലെ ഒരു വീട് ക്രൂരമായി ഇസ്രയേലിന്റെ പട്ടാളക്കാരെ ബുൾഡോസർ കൊണ്ട് തകർക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ മുമ്പിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ഒരു അമേരിക്കക്കാരി മനുഷ്യാവകാശ പ്രവർത്തകയാണ് റേച്ചൽ കോറി. നമ്മൾ ആലോചിച്ച് നോക്കൂ,
ധീരമായി ഒറ്റക്ക് നിന്ന് പൊരുതുകയാണ്. ഇസ്രയേലിന്റെ ക്രൂരരായ പട്ടാളക്കാർ ബുൾഡോസർ കയറ്റി ചതച്ചരച്ച് കൊന്നുകളഞ്ഞു. സ്വന്തം പൗരയായിട്ട് പോലും അവർക്ക് വേണ്ടി വാദിക്കാൻ അമേരിക്ക രംഗത്ത് വന്നില്ല. ആ റേച്ചൽ കോറിയുടെ പേരിലുള്ളതായിരുന്നു ഒരു കപ്പൽ. ഞാൻ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടും നമുക്കറിയാം, മുസ്ലിം രാജ്യങ്ങളിലേക്ക് നടന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രകടനങ്ങളും ഉജ്ജ്വലമായ റാലികളുമാണ് ലണ്ടനിലും പാരീസിലും ബ്രസൽസിലുമൊക്കെ നടന്നത്. ഇങ്ങനെ വ്യാപകമായ ഒരു പ്രതിഷേധത്തിന്റെ പ്രതികരണത്തിന്റെ സംസ്കാരം മാനവിക പക്ഷത്തു നിന്നുകൊണ്ട് ഉയർന്നു വരുന്ന ഒരു സംസ്കാരം നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇസ്രയേലിലേക്ക് പോയ ഈ ഭക്ഷ്യ കപ്പലിനെ ആക്രമിച്ച ഇസ്രയേലികൾ യഥാർത്ഥത്തിൽ ചെയ്തത് മനുഷ്യ സമൂഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു കപ്പൽ പോലെയാണ്. പ്രവാചകൻ വിശദീകരിച്ചു. ആ കപ്പലിന്റെ മേലേത്തട്ടിൽ ഒരു വിഭാഗമുണ്ട്, താഴേത്തട്ടിലും യാത്രക്കാരുണ്ട്. താഴേത്തട്ടിൽ ആളുകൾ മുകളിൽ പോയി വെള്ളമെടുക്കാൻ അവർക്ക് മടിയുള്ളതുകൊണ്ട് താഴെ ഒരു ദ്വാരമുണ്ടാക്കി കപ്പലിന്റെ അടിത്തട്ട് തകർക്കാൻ ശ്രമിക്കുന്ന, തുരക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇൻ അഖദു അലാ യദൈഹി അൻജൂഹു വനജ്ജു അൻഫുസഹും. റസൂലുള്ളാഹി പറയുകയാണ്, അവരങ്ങനെ കപ്പലിന്റെ അടിഭാഗം ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ടാരെങ്കിലും തടഞ്ഞാൽ അൻജൂഹു വനജ്ജു അൻഫുസഹും, അവനെയും രക്ഷിച്ചു അവരും രക്ഷപ്പെട്ടു. വൈൻ തറക്കോഹു, അഥവാ അവനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവനെന്തോ ചെയ്തിട്ട് നമ്മുടെ കാര്യമല്ലല്ലോ, നമ്മുടെ പ്രശ്നമല്ലല്ലോ, നമ്മൾ മേലേത്തട്ടിലുള്ളവരല്ലേ, ആ താഴേത്തട്ടിലെ പ്രശ്നമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്സംഗരായി മാറി നിന്നാലോ അഹ്ലഖൂഹു വഅഹ്ലഖൂ അൻഫുസഹും, അവനെയും നശിപ്പിച്ചു അവരെല്ലാവരെയും നശിപ്പിച്ചു, കപ്പൽ മുങ്ങുകയാണ് ഫലമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഒരു കപ്പൽ പോലെയാണ്. ആ കപ്പലിൽ ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ അക്രമികളും ഈ പീഡകന്മാരും ഈ ചൂഷകന്മാരും എന്ന് പറയുന്നത്. ആ അക്രമിയുടെ കൈപിടിക്കുവാൻ, അവനെ തടഞ്ഞു നിർത്തുവാൻ, ഇസ്രയേൽ എന്ന് പറയുന്ന ചട്ടമ്പിനാടിനെ നിലക്ക് നിർത്തുവാൻ ലോക സമൂഹം സന്നദ്ധരായില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനാണ് അതിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഇസ്രയേലിലേക്ക് പോയ ആ മനുഷ്യ സഹായത്തിന്റെ കപ്പൽ തടഞ്ഞവർ ഒരു കപ്പൽ ആക്രമിക്കുകയല്ല ചെയ്തത്, മനുഷ്യ സമൂഹമാകുന്ന കപ്പലിൽ ഓട്ടയുണ്ടാക്കുവാൻ, മനുഷ്യ സാമൂഹികത വളർത്തിക്കൊണ്ടുവന്ന മഹത്തായ മാനവിക സംസ്കാരത്തെ, കാരുണ്യത്തിന്റെയും നീതിബോധത്തിന്റെയും സംസ്കാരത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. അവരുടെ കൈപിടിച്ചാൽ എല്ലാവർക്കും നന്ന്, അഥവാ അവരെ വെറുതെ നിർബാധം വിട്ടാൽ അതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും മനുഷ്യ സമൂഹത്തിനായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നോക്കിക്കണ്ടുകൊണ്ട് നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മുമ്പിൽ നിൽക്കുവാൻ, അതിന്റെ പക്ഷത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് കഴിയുന്ന എന്തൊക്കെ സഹായങ്ങളുണ്ടോ, എന്തെല്ലാം പിന്തുണകളുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, അതൊക്കെ ലോകത്ത് നീതി നിഷേധിക്കപ്പെടുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി നൽകുവാൻ നമുക്ക് സാധിക്കണം. അത് നീതിയുടെ താല്പര്യമാണ്, കാരുണ്യത്തിന്റെ താല്പര്യമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ.